എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അർത്ഥസഹിതം ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുനീറ കൊയിലാണ്ടി. ഞങ്ങളിന്ന് പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ 177 നിന്നും സൂറ അൻഫാലിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സാബിറ കൊയിലാണ്ടി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. നബിയെ, അവർ നിന്നോട് അൻഫാലിലെ യുദ്ധ മുതലുകളെ പറ്റി ചോദിക്കുന്നു. പറയുക, അൻഫാൽ യുദ്ധമുതലുകൾ അള്ളാഹുവിനും റസൂലിനുമുള്ളതാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങളുടെ ഇടയിലുള്ള സ്ഥിതിഗതി നന്നാക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ സത്യവിശ്വാസികളാകുന്നുവെങ്കിൽ. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. നിശ്ചയമായും സത്യവിശ്വാസികൾ യാതൊരു കൂട്ടർ മാത്രമാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ അഥവാ ഓർമ്മ വന്നാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങിപ്പോകുന്നതാണ്. അവരിൽ അവന്റെ ആയത്തു ലക്ഷ്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്കു വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. തങ്ങളുടെ റബ്ബിന്റെ മേൽ അവർ ബരമേൽപ്പിക്കുകയും ചെയ്യും. الذين يقيمون الصلاة ومما رزقناهم ينفقون. അതായത് നമസ്കാരം നിലനിർത്തുകയും നാം തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതും വറിസ്ഖുൻ കരീം. അക്കൂട്ടർ തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അവർക്കു തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ പല പദവികളും പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. അതെ, നിന്റെ റബ്ബ് നിന്റെ വീട്ടിൽ വാസസ്ഥലത്തിൽ നിന്നു ന്യായമായ കാര്യത്തോടെ നിന്നെ പുറപ്പെടുവിച്ചതുപോലെ തന്നെയാണ് അത് സംഭവിച്ചത്. സത്യവിശ്വാസികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ നിശ്ചയമായും വെറുക്കുന്നവർ തന്നെയായിരുന്നു. എന്നിട്ടും നിന്നെ പുറപ്പെടുവിച്ചതുപോലെ. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. ന്യായത്തിൽ അത് വ്യക്തമായി തീർന്ന ശേഷം അവർ നിന്നോട് തർക്കം നടത്തിയിരുന്നു. അവരെ മരണത്തിലേക്ക് അവർ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ തെളിക്കപ്പെടുന്നതുപോലെ. وَإِذْ يَعِظُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أن غير ذات الشوقة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. ആ രണ്ടിലൊരു സംഘത്തെ അത് നിങ്ങൾക്കായിരിക്കും, നിങ്ങൾക്ക് അധീനമാകും എന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ശക്തിബലം
ഉള്ളതല്ലാത്തതും നിങ്ങൾക്ക് ആയിരിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുകയും ചെയ്തിരുന്നു. തന്റെ കൽപ്പനാവാക്യങ്ങൾ മൂലം യഥാർത്ഥവൽക്കരിക്കുകയും അവിശ്വാസികളുടെ മൂടറുത്തു നശിപ്പിക്കുകയും ചെയ്യാൻ അള്ളാഹുവും ഉദ്ദേശിച്ചിരുന്നു. ليحق الحق ويبطل الباطل ولو كره المجرمون. അതെ, യഥാർത്ഥത്തെ യഥാർത്ഥമാക്കുകയും അയഥാർത്ഥത്തെ അയഥാർത്ഥീകരിച്ച് നശിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടിയത്രേ അത്. അങ്ങനെ ചെയ്തു കുറ്റവാളികൾ വെറുത്താലും ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.